ചെയ്യണ്ടേ? ഒട്ടിക്കാം നമുക്ക്. അപ്പം നമുക്ക് ഈ കുപ്പിനകത്തേക്ക് നമ്മുടെ കാശിരയിലിരിക്കണതേ ഈ പടം വരച്ചെടുക്കാം. അപ്പം ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് ഒരു ഫോട്ടോ കുപ്പിയിലേക്ക് വരക്കാൻ നോക്കാം. അയ്യോ കാശി പൊട്ടിക്കില്ലേ? കാശി ഇതെന്ത് കുപ്പിയാ? ഇതെന്ത് കുപ്പിയാ? ബൂയാ? ചില്ല് കുപ്പി പറഞ്ഞേ. ചില്ല്. ഇതിനകത്ത് നോക്കി പറ. ഹായ് പറഞ്ഞേ. അടപ്പുണ്ട്. ഹായ് പറ. ഇതില് നോക്കി പറ. ഇതില് നോക്കി പറഞ്ഞേ ഹായ്. എടാ ഇതില് നോക്കി പറ ഹായ്. കാശി ഹായ് എന്ന് പറയുള്ളൂ. അപ്പം നമുക്ക് ബോട്ടിലിനകത്തേക്ക് ഇതെങ്ങനെ വരക്കാൻ നോക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ബോട്ടിൽ പെയിന്റ് അടിച്ചെടുക്കാം. അപ്പം നമുക്ക് ബ്ലാക്ക് പെയിന്റ് അടിച്ചെടുക്കാം. കാശി ബ്ലാക്ക് പെയിന്റ് അടിക്കാം. അയ്യോ എന്നാ പിടി. അപ്പോൾ നമുക്ക് കാശിയുടെ ബോട്ടിൽ മേടിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. കഴുകിയെടുത്ത് നന്നായിട്ട് തുടച്ച് ഉണക്കിയെടുക്കാം. അപ്പോൾ അതേ സംഭവം ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു സ്പോഞ്ച് എടുക്കാം. ഇത് നമ്മുടെ കയ്യിൽ ഉള്ള വീട്ടിൽ നമ്മുടെ പാത്രം കഴുകണേൻ്റെ സ്പോഞ്ചൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എടുത്താൽ മതി. എന്നിട്ട് ഞാൻ ബ്ലാക്ക് കളറിലെടുത്തിട്ട് ഇതുപോലെ പഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രഷ് യൂസ് ചെയ്യാണ്ട് നിങ്ങൾ മാക്സിമം സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പഞ്ച് ചെയ്തിട്ട് ഫുള്ളൊന്ന് സർഫേസ് ഒന്ന് കളർ അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വൈറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മതി. ഞാൻ ബ്ലാക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പടം ഇതാണ്. അപ്പോൾ ഇതൊരു മഹാദേവൻ്റെ പടമാണ്. അപ്പോൾ അതേ ഇതുപോലത്തെ ഒരു പ്രിൻറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ നിന്ന് നിങ്ങൾക്ക് ഇതുപോലത്തെ കട്ടിങ്സ് ഒക്കെ കിട്ടുമായിരിക്കും. ഏത് പിക്ചറാണ് നിങ്ങൾ വരക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പുറകിലേക്ക് ഇതുപോലെ പെൻസിൽ വെച്ച് നന്നായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ പിക്ചർ നമ്മുടെ ബോട്ടിലിനകത്തേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനിടയ്ക്ക് കാശി ഇവിടെ വേറെ പണി ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. കല്ല് കളയണ്ട. കല്ല് വലുതനത് ഇട്ടേക്കണതാണ്. അയ്യോ ഇല്ല അത് ഇട്ടേക്കണ അച്ഛമ്മ ഇട്ടേക്കണ കല്ലാണ്. മണ്ണൊന്നുമില്ല. ചെടി നട്ടല്ല. ചെടി എടുത്തതിനുള്ളു വെച്ചേ. ചെടി എടുത്തതിനുള്ളു വെക്ക്. ബെസ്റ്റ്. അപ്പം ഞാനിവിടെ സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് രണ്ട് വശത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വരക്കുമ്പോൾ ഇതുമൊന്ന് ഇളകി പോകാണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തേക്കണേ. എന്നിട്ടൊരു പെന്നെടുക്കാം, അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള മൊനയുള്ള എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഫുൾ വരച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പീൽ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വരച്ചേക്കണതിൻ്റെ ഷെയ്ഡ് താഴെ നന്നായിട്ട് വരും. അപ്പോൾ കാർബൺ പേപ്പർ ഇല്ലാണ്ട് നമുക്ക് ഇതുപോലെ ഏത് പിക്ചർ വേണമെങ്കിലും ബോട്ടിലേക്ക് വരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. നന്നായിട്ട് ബാക്ക് സൈഡിൽ ഷെയ്ഡ് ചെയ്തിട്ട് വേണം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മൾ പീൽ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് വരച്ചിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ വരച്ചെടുത്തിട്ട് പീൽ ചെയ്തിട്ടുണ്ട്. ഇതേ സംഭവം നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇനി ഒരു വൈറ്റ് പെൻ വെച്ചിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ബോട്ടിലിനകത്ത് വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്കർ പെന്ന് വെച്ചിട്ട് നമ്മുടെ CD മാർക്കർ 10 രൂപയുടെ ഇല്ലേ, അത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊരു വൈറ്റ് പെൻ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ബ്ലാക്ക് കളറൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പെൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റ് കളറിൽ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് ബ്ലാക്ക് മാർക്കർ വെച്ചിട്ട് ഏത് പിക്ചർ വേണമെങ്കിലും വരച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ സംഭവം ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇതുപോലെ ബോട്ടിൽ വർക്ക് ചെയ്യാനായിട്ട് ഒത്തിരി ഇഷ്ടമുണ്ടാകും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പടം വരക്കാൻ പറ്റാത്തതുകൊണ്ട് കുറേ കൂട്ടുകാർ ഇതുപോലെ പറയാറുണ്ട് ഈസി ആയിട്ട് എങ്ങനെയാണ് വരക്കണേന്നുള്ളത്. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ മുകളിലുള്ള ഭാഗത്ത് ഞാൻ കുറച്ച് ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗം കൊടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും മുകളിലുള്ള ഭാഗവും താഴ്ഭാഗവും ഞാൻ ചുമ്മാ ഒരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടി 3D ഔട്ട്ലൈനർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ജസ്റ്റ് ത്രെഡ് വെച്ച് തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. അവിടെ ഇച്ചിരി പൊന്തി നിൽക്കുന്ന ഭാഗമായതുകൊണ്ടാണ് ഞാനവിടെ നൂല് ചുറ്റാഞ്ഞത്. അപ്പം ഞാൻ 3D ഔട്ട്ലൈനർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ ലുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന ഇതുപോലുള്ള കുട്ടി കുട്ടി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തായിട്ട് പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ കൂട്ടുകാരേ.